അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ 5ാമത്തെ ദിവസം എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ എന്തുകൊണ്ട് വെക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ പോസ്റ്റ് മീറ്റിംഗ് ആണ്. പോസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 3 ദിവസത്തെ പരിപാടിയെക്കുറിച്ചുള്ള ഒരു അനലൈസ്, അതാണ് ഈ പോസ്റ്റ് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മോർണിംഗ് എല്ലാം ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളെല്ലാം ബാക്കി എല്ലാ റൂമും വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു റൂമിൽ മാത്രം കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനും സുഗുണയും ആനന്ദവും കൂടി നേരെ അവിടെ നിന്ന് റിസപ്ഷനിലോട്ട് വന്നു. സാറും മാഡവും രാവിലെ വെക്കേറ്റ് ചെയ്തു. ബിക്കോസ് അവർക്ക് രാവിലെ ഡൽഹിയിലായിരുന്നു മീറ്റിംഗ്. അപ്പോൾ അവർ നേരെ അങ്ങ് പോയി. മാഡം തിരിച്ച് നാട്ടിലോട്ട് ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മീറ്റിംഗ് ഇന്നിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കബൻ പാർക്കിലാണ്, ബാംഗ്ലൂർ. അപ്പോൾ എല്ലാവരും ഇറങ്ങി നിൽക്കുവാണ് പോകാൻ വേണ്ടി. ഇതിനിടയ്ക്ക് 4-5 സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ 5 ദിവസം ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പോകുന്നത് തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാനും ആനന്ദവും സുഗുണയും കൂടിയിട്ട് നേരെ കബൻ പാർക്കിലോട്ട് പോയി. ഞങ്ങളാണ് അവിടെ ആദ്യം വന്നത്. എല്ലാവരും ഓരോരോ സ്റ്റെപ്പ് വരും, അവരുടെ ഗൂഗിൾ മാപ്പ് ഇടും. അവസാനം മാഡവും, ഞങ്ങൾക്ക് ഇതിന് മുകളിലൊരു മാഡം ഉണ്ട് കേട്ടോ, ആ മാഡവും സാറുമാണ് ഈ പോസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ 90 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ട്രെയിനിൽ ഫുള്ള് ഞങ്ങളുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരായിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ ബോഗികളിലും എവിടെ പോയാലും ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി നിന്ന് റീൽസ് എടുക്കാൻ വേണ്ടി 5-6 വീഡിയോ ഒക്കെ എടുത്തു. ഒത്തിരി മറ്റേ പ്രണയവർണ്ണങ്ങളിലെ പാട്ടൊക്കെ ഇട്ട് ചെയ്യണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്തതാണ്. എൻ്റെ ഒരു നൊസ്റ്റാൾജിക്കൊക്കെ ഫീൽ ചെയ്ത്. കാരണം നമ്മുടെ ചെറിയ കാലമൊന്നും ഇനി നമുക്ക് തിരിച്ച് കിട്ടത്തില്ലല്ലോ. അങ്ങനെ കബൻ പാർക്കിലൊക്കെ ഏകദേശം ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ നടന്ന് എല്ലാം നോക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ആൾക്കാർ തിരക്കൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ അത് നോക്കിയപ്പോൾ കുറേ വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ, ഈ വാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ 1-2 പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല എണ്ണം പട്ടികളായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി വായൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആനന്ദമാണെങ്കിൽ പട്ടിയുടെ പുറകെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു, എന്താ പോകുന്നതെന്ന് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാനും തമാശയ്ക്ക് കളിയാക്കിയൊക്കെ പറഞ്ഞു. പിന്നെ അപ്പന്മാർ നടക്കുന്നുണ്ടായിരുന്നു. കപ്പിൾസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കപ്പിൾസിനൊക്കെ ഇരുന്ന് സൊല്ലാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഗ്രൂപ്പായിട്ട് മാത്രം വന്നിരുന്ന് നമുക്ക് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവിടെ എന്താ വയലേഷനാണ്. കാരണം 144 പോലെയാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. ഞങ്ങളെ സെക്യൂരിറ്റി വന്നിട്ട് ഒപ്പമായിട്ട് ഓരോ സ്ഥലത്തോട്ട് മാറ്റും. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പോകുമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. കാരണം ഈ സെൽഫി എടുക്കണം, വീഡിയോ എടുക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കണം. കലി വന്നുണ്ട് എനിക്ക് അവസാനമായിട്ട്. പിന്നെ ഞങ്ങൾ കബൻ പാർക്കിലൂടെ, പക്ഷെ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഈ കബൻ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അത്ര നിസ്സാരമാക്കി കണ്ടില്ല. എങ്കിലും പിന്നീട് പാമ്പിനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പുല്ലിലിരിക്കണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഓരോരുത്തരുടെ റിവ്യൂ മാഡം എടുത്തായിരുന്നു. പിന്നെ അതൊക്കെ ഫീഡ്ബാക്ക് ചെയ്ത് എല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കിയൊക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ കുറേ സെൽഫി എടുത്തു, കുറേ വീഡിയോസ് എടുത്തു, മാഡവും സാറും കൂടി. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് വെക്കാമല്ലോ, കീപ്പ് ചെയ്ത്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ ഈ മീറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നായ നിന്നത്, അതും നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രീകുമാർ സാറും നമ്മുടെ ഉമാ മാഡവും കൂടി ഡാൻസ് കളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവരുടെ കപ്പിൾ ഡാൻസ് ആയിരുന്നു. അവർ ടൈറ്റാനിക് മോഡലിൽ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നത് ഞാൻ ഓടിപ്പോയി അതിൻ്റെ ഇടയിലൂടെ വീഡിയോ എടുക്കാനായിട്ട് പോയി. അപ്പോഴേക്കും സ്വർഗത്തിലെ കട്ടറുമ്പാണോ എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്നോട് ചോദിച്ചെങ്കിലും എനിക്കൊരു വീഡിയോയ്ക്ക് കണ്ടൻ്റ് ആയ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അവരുടെ വൈറ്റ് ആൻഡ് വൈറ്റ് കപ്പിൾസിൻ്റെ അടിപൊളി ഡാൻസും അവരുടെ ഒരു സ്നേഹപ്രകടനമൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് പകർത്തി. എനിക്കും ഒരു സന്തോഷമായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കുറേ സന്തോഷ നിമിഷങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. പിന്നെ അവിടെ നിന്ന് വീണ്ടും സെക്യൂരിറ്റിക്കാർ നോട്ടിച്ചോടുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ സുഗുണയും തെറി വിളിച്ചിട്ടാണ് ഈ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തത് കാണുന്നില്ലെങ്കിലും സംഭവം അതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നമ്മുടെ മീറ്റിംഗ് പോയി
കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പ് മുകളിൽ കയറി ഇരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ എപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു തോട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അവിടെ നിന്ന് ഞാനും അവിടെ ഇരുന്ന കല്ലൊക്കെ പറക്കി ഞാൻ സുഗുണ എറിയുന്നുണ്ടായിരുന്നു. ക്യാപ്പൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോയൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ, ഒന്നും പറയണ്ട. പിന്നെ എന്താണ്, പോസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇതായിട്ട് സ്പ്ലിറ്റായി. ഞാനും സുഗുണയും അനന്തവും കൂടി നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ താഴത്തെ റെസ്റ്റോറൻറ്റ്, കേരള ഹോട്ടൽ, നല്ല ഫുഡായിരുന്നു, സൂപ്പറായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എവിടെ പോയാലും കേരള ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങളുടെ ട്രെയിനിലോട്ട് വന്ന് കയറി. ഈ ട്രെയിനിൽ വന്ന് കയറിയ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശോചനീയമാണ്. കാരണം ഞങ്ങളുടെ ലഗേജ് തന്നെ ഉണ്ടായിരുന്നു കുറേ. അവസാന നിമിഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ലഗേജൊക്കെ വലിച്ച് പിച്ചൊക്കെ എടുത്ത് നേരെ ഞങ്ങളുടെ ട്രെയിനിൽ കയറിയിരുന്നപ്പം എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ ജോഡികൾ വളരെയധികം അടിപൊളി കപ്പിൾസായിരുന്നു. കാരണം പ്രഭ സാറും സവിത മാഡം ആയിരുന്നു. കാരണം സാറിൻ്റെയും മാഡത്തിൻ്റെയും കോമഡി കേട്ട് ഞങ്ങൾക്ക് ചിരിച്ചിട്ട് സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു, അത്രയ്ക്ക് കോമഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന പോസ്റ്റ് മീറ്റിങ്ങിനെ കുറിച്ചും ഈ 5 ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കിടന്ന് ചർച്ചയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താണ്, ആകെ ടയേർഡായിരുന്നു, ഒന്ന് കയറി കിടക്കണമെന്നുണ്ടായിരുന്നു, നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ഫുഡൊക്കെ ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെ ഏകദേശം ഞാനൊക്കെ എടുത്തു കഴിഞ്ഞു, സുഗുണയും ഞാനൊക്കെ നേരത്തെ എടുത്തു ഒരുമിച്ച്. പിന്നെ ഞങ്ങൾ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും നേരെ ഇറങ്ങി ഞങ്ങൾ എല്ലാവരെയും പോയി കണ്ടു. അതിനുശേഷം കയറി കിടന്നുറങ്ങി നേരത്തെ തന്നെ. പിറ്റേ ദിവസം രാവിലെ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റായിരുന്നു. പിന്നെ നമ്മുടെ നാടെത്തിയതിൻ്റെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.